മമ്മി എന്ന് കേൾക്കുമ്പോൾ ഈജിപ്ത് എന്ന രാജ്യത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. എന്നാൽ ഇന്ത്യയിലെ ഏക മമ്മിയാണ് സാങ്ക ടെൻസിൻ എന്ന ബുദ്ധമത സന്യാസിയുടെ മമ്മി. ഹിമാചൽ പ്രദേശിലെ ഗ്യൂ എന്ന ഗ്രാമത്തിൽ ജനങ്ങൾ ആരാധിക്കുന്നത് 500 വർഷം പഴക്കമുള്ള ഒരു മൃതശരീരത്തെയാണ്. ഗ്രാമവാസികളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഈ മൃതശരീരമാണെന്നാണ് അവരുടെ വിശ്വാസം. സാങ്ക ടെൻസിൻ എന്ന ബുദ്ധമത സന്യാസിയുടേതാണ് ഈ മൃതശരീരമെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഗ്രാമീണരെ പ്ലേഗിൽ നിന്നും രക്ഷിച്ചത് ഈ സന്യാസിയാണെന്നാണ് ഗ്രാമീണരുടെ വിശ്വാസം. അദ്ദേഹം മരിച്ചപ്പോൾ ആകാശത്തൊരു മഴവില്ലുണ്ടായെന്നും അതിൻ്റെ ശക്തിയാൽ ഗ്രാമത്തിലെ പ്ലേഗ് ഇല്ലാതെയായെന്നും പറയപ്പെടുന്നു. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുകയോ ദഹിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാങ്ക ടെൻസിൻ എന്ന ലാമയുടെ ഭൗതിക ശരീരം അവർ മമ്മിയാക്കി സൂക്ഷിക്കുകയുണ്ടായി. 1975 ഈ പ്രദേശത്ത് വലിയൊരു ഭൂകമ്പത്തിൽ മണ്ണ് പിളർന്ന് ഉള്ളിൽ നിന്നും ഈ മമ്മി പുറത്തേക്ക് വന്നു. മണ്ണിനടിയിൽപ്പെട്ട ആരോ ഒരാളാണെന്നാണ് ഗ്രാമവാസികൾ കരുതിയത്. പിന്നീട് ഫോറൻസിക്കുകാരാണ് 500 വർഷം പഴക്കമുള്ള മമ്മിയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ പുതുതായി കെട്ടിയ ഒരു മൊണാസ്ട്രിക്ക് തൊട്ടടുത്തുള്ള കണ്ണാടി ചില്ലിനുള്ളിലാണ് ഈ മമ്മി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മണ്ണിൽ കുഴിച്ചിട്ട് ഈ മമ്മി എന്തുകൊണ്ട് ഇത്രയും കാലം ദ്രവിക്കാതിരുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുന്നു.